നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർഫസ് ടു വോളിയം റേഷ്യോ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. സർഫസ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർഫസ് ഏരിയ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. സോ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ആകും. ഒരു പർട്ടിക്കുലർ ബൾക്ക് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബൾക്ക് മെറ്റീരിയലിന്റെ നാനോ സൈസിലേക്ക് ആ ഒരു ക്യൂബ് എന്ന് പറയുന്നത് അത് നാനോ സൈസിലേക്കും കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിനെ നമുക്ക് അതിന്റെ എക്സാക്ട് ക്യൂബിന്റെ വോളിയവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ആവുകയാണ്. സർഫസ് ഏരിയ ഇൻക്രീസ് ആവാന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹിഡൻ ആറ്റംസും ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഔട്ട്സൈഡ്. സോ നമ്മൾ ഫൈനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ആറ്റംസ് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്റ്റീവ് സൈറ്റ്സ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. Exposed surface area is increased. For example, if you are considering a Rubik's cube having a side length of 1 meter, we can calculate the surface area as ഒരു ഫേസിന്റെ തന്നെ അല്ല ഒരു ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 6 സർഫസസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 6a² ആണ് സർഫസ് ഏരിയ. അതുപോലെ വോളിയം എന്ന് പറയുന്നത് a ക്യൂബ് ആണെന്ന് അറിയാം. സോ if we considering 1 meter for ease of calculation we are taking 1 meter as the side of the cube. So വോളിയം എന്ന് പറയുന്നത് it becomes 1 cube. So surface area to volume ratio എന്ന് പറയുന്നത് 6a² by a cube എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ it becomes 6 meter raised to -1. കാരണം a² എന്ന് പറയുന്നത് സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് m² ആണ്. വോളിയം ഈസ് m ക്യൂബ്. സോ m² by m ക്യൂബ് എന്ന് പറയുന്നത് m raised to -1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്ത ക്യൂബ് എന്ന് പറയുന്ന റുബിക്സ് ക്യൂബ് ആയതുകൊണ്ട് അതിലിപ്പോഴത്തെ റുബിക്സ് ക്യൂബ് നമുക്കറിയാം ഓരോ സിംഗിൾ ക്യൂബ്സ് ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതില് ഓരോ സിംഗിൾ ക്യൂബിന്റെയും വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റുബിക്സ് ക്യൂബിനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്യൂബ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫേസിൽ നമുക്ക് 9 ക്യൂബ്സ് ഉണ്ട്. അപ്പൊ ഫ്രണ്ടിലത്തെ ഫേസിൽ 9 ക്യൂബ്സ് ഉണ്ട്, ബാക്കിലത്തെ ഫേസിൽ 9 ക്യൂബ്സ് ഉണ്ട്. അതേപോലെ മിഡിൽ പോർഷനിലും 9 ക്യൂബ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 0.5 ആയിട്ട് നമ്മൾ 0.5 അല്ല അതിലും കുറവേ വരുള്ളൂ, പകുതി അല്ലല്ലോ. അപ്പൊ 0.5 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിംഗിൾ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 6 into 0.5² ആണ്. ഓക്കെ, അതാ സിംഗിൾ ക്യൂബ്. അപ്പൊ ഒരു ഫേസിൽ ഇതേപോലെ 9 ക്യൂബ്സ് ഉണ്ട്, അതുപോലെ ബാക്കിൽ 9 ക്യൂബ്സ് ഉണ്ട്, നടുക്ക് 9 ക്യൂബ്സ് ഉണ്ട്. അപ്പം 3 into 9 into 0.5² ആവും അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3 into 9 into 6 into 0.5². അങ്ങനെ 27 ക്യൂബ്സ് ഉണ്ട്. 27 ക്യൂബിന് 27 into 6 into 0.5². അപ്പൊ നമുക്കറിയാം സർഫസ് ഏരിയ എത്രത്തോളം ഇൻക്രീസ് ആയി. ഇഫ് യു ആർ റെഡ്യൂസിങ് ഇറ്റ് ടു എത്ര, നമ്മളിപ്പോ അധികം നാനോ സൈസിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, സ്മോൾ ക്യൂബ്സ് ആയിട്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ തന്നെ സർഫസ് ഏരിയ എങ്ങനെ കൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ സർഫസ് ഏരിയ കൂടും, പക്ഷെ വോളിയം എന്ന് പറയുന്നത് എക്സാക്ട്ലി പഴയതുപോലെ തന്നെയാണ്. 1 meter
ലെങ്ത്തിൽ വരുന്ന ആ ക്യൂബിന്റെ ഒരു എന്ത് തന്നെയാണ് വോളിയം തന്നെയായിരിക്കും നമുക്ക് നാനോമീറ്റർ റേഞ്ചിലേക്ക് കൊണ്ടുപോയാലും. സോ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സർഫസ് ടു വോളിയം റേഷ്യോ when is reduced to the size it will increase. ഇവിടെ V എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആണ്. സർഫസ് ഏരിയ നമുക്ക് കിട്ടി 27 into 6 into 0.5 divided by 1. അപ്പം ആസ് എ റിസൾട്ട് ഓഫ് ദി സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും നമുക്ക് ഓരോ എന്താണ് ക്യൂബ്സ് നമ്മൾ പുറത്തോട്ട് എക്സ്പോസ് ആവുക അല്ലെങ്കിൽ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഹിഡൻ ആയിട്ടുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് exposing to outside. Apo as a result of this the surface area increases, number of active sites increases, number surface to volume ratio increases. This will provide maximum reactivity and it's open up vast possibility of facilitating chemical processes. So the chemical processes facilitate ചെയ്യാനുള്ള ഒരു opportunity ആ സർഫസിന് കൊടുക്കുകയാണ്. സോ അപ്പൊ നമ്മളൊരു കാറ്റലിറ്റിക് മെറ്റീരിയൽ അപ്പൊ ഹിഡൻ ആയിട്ടുള്ള ആറ്റംസ് ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ബൾക്കിന്റെ ഇൻസൈഡ് കോറിലിരിക്കുന്ന ആറ്റംസും നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കാനുള്ള ഒരു ഇതാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നമ്മൾ എന്താണ് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക്. ഇപ്പൊ നമ്മളൊരു ബൾക്ക് ഒരു കോപ്പർ മെൽറ്റർ വെച്ചിട്ട് ചെയ്യുന്ന കാറ്റലിറ്റിക് ആക്ടിവിറ്റിയും when it is converting to the നാനോ ഫോംസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ആക്ടിവിറ്റിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി തന്നെ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി നമുക്ക് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആവശ്യം വരില്ല. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി മതി ബിക്കോസ് എക്സ്പോസ്ഡ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. ആറ്റം വിൽ ബി എക്സ്പോസ്ഡ് ടു ദ ഔട്ടർ സർഫസ്. ഇതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. കാറ്റലിറ്റിക് ആക്ടിവിറ്റിയും ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്. കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ബൾക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ആറ്റംസ് ഉണ്ട്. വെൻ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു ദ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ എക്സ്പോസ്ഡ് ഏരിയ എന്ന് പറയുന്നത് കൂടുകയാണ്. സോ ഇറ്റ്സ് കാറ്റലിറ്റിക് എഫിഷ്യൻസി ഈസ് ഹയർ. ഇനഫ് ആയിട്ടുള്ള ആക്റ്റീവ് സൈറ്റ്സ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സൈസ് ഡിപെൻഡന്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുകയാണെങ്കിൽ നാനോ സൈസ് എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ടു 10⁻⁷ മീറ്റർ, അതായത് 1 to 100 നാനോമീറ്റർ ആണ് നാനോ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദോസ് ഓഫ് ഐസൊലേറ്റഡ് ആറ്റംസും ബൾക്ക് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് ഈ നാനോ സൈസിൽ വരുന്നത്. several nanomaterials എന്ന് പറയുന്നത് they display properties substantially different from those displayed by the either atoms or by the bulk material. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നാനോ ആറ്റത്തിന്റെയും ബൾക്കിന്റെയും ഇന്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ട്, അതേപോലെ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് ഉണ്ട്. അപ്പൊ സൈസ് പറയുന്നതനുസരിച്ച് ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾസിന്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഗോൾഡിന് സ്മോൾ സൈസിന് റെഡ് കളറാണ്, ബിഗർ സൈസിന് ബ്ലൂ കളറാണ്. അതേപോലെ ക്വാണ്ടം ഡോട്ട്സിന് സ്മോളർ സൈസിന്
സ്മോളർ സൈസിന് ബ്ലൂ കളറും ബിഗർ സൈസിന് റെഡ് കളർ എമിഷനുമാണ് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ സർഫസ് എന്ന് പറയുന്നത് ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്ലാസ്മോൺ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പൊ ഈ ഓസിലേഷൻ അതിന് SPR സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയും. സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് there is a frequency for the electrons to oscillate. If it is interacting with the outside waves, ആ വേവ്സിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയും ഈ ഇലക്ട്രോൺസ് ഓസിലേഷന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഗെറ്റ് എക്സൈറ്റഡ്. അതിനെയാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയുന്നത്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ കേസാണ് ഈ SPR വരുന്നത്. അപ്പൊ നമുക്കത് UV വിസിബിൾ സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിന് ഒരു പർട്ടിക്കുലർ അബ്സോർപ്ഷൻ റേഞ്ച് കാണും. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സോളിഡ് നേച്ചറിലുള്ള ഗോൾഡ് ആണ് ലിക്വിഡ് നേച്ചറിലേക്ക് മാറി. അപ്പൊ നാനോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും മാറുകയാണ്. അപ്പൊ കളർ എന്ന് പറയുന്നത് റെഡ് തൊട്ട് ബ്ലൂ വരെ കളർ ചേഞ്ചസ് വരാം. അതായത് സൈസിനനുസരിച്ചാണ് ഈ കളർ വരുന്നത്. സ്മോളർ വണ്ണിന് റെഡ് വണ്ണും ബിഗ് നാനോ പാർട്ടിക്കിൾസിന് ബ്ലൂ കളറുമാണ് ഗോൾഡ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈസ് മാറുന്നതനുസരിച്ച് ഈ ഇലക്ട്രോൺ ഓസിലേഷന്റെ ഫ്രീക്വൻസിക്ക് ഡിഫറൻസ് വരും. അപ്പൊ അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആ ഫ്രീക്വൻസി മാച്ച് ചെയ്ത് വരുമ്പോഴാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതിന്റെ സർഫസിലുള്ള ഇലക്ട്രോൺ ഓസിലേഷൻ വരച്ചേക്കുന്നത് ഇലക്ട്രോൺ ഓസിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വേവ് നേച്ചർ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേവ്സിന്റെ ഫോമിൽ നിന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ആവുകയാണെങ്കിൽ ഫ്രീക്വൻസി മാച്ചസ്, ആ ഫ്രീക്വൻസി ലൈറ്റിന്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്ത് വരുന്നത് അത് അബ്സോർബ് ചെയ്യും. വെദർ ഇറ്റ് ക്യാൻ ബി റെഡ് ബ്ലൂ ഓർ ഗ്രീൻ, ആ ഒരു കളറിൽ ഏതാണോ ഫ്രീക്വൻസി മാച്ച് ആയി വരുന്നത് അത് അബ്സോർബ് ചെയ്യും. ആ ഒരു എമിഷൻ ആയിരിക്കും അത് കാണിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കംസ് ഇൻ റെസൊണൻസ് വിത്ത് ദ എക്സ്റ്റേണൽ ലൈറ്റ് റേഡിയേഷൻ. അപ്പൊ അത് ഇലക്ട്രോൺ ഓസിലേഷന്റെ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ലൈറ്റിന്റെ റേഡിയേഷനും ആണ് അവിടെ മാച്ച് ആയി വരുന്നത്. അപ്പൊ ആ സമയം ഇറ്റ് വിൽ ഗെറ്റ് എക്സൈറ്റഡ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. അപ്പൊ ഈ അബ്സോർപ്ഷൻ ആണ് നമ്മൾ ഒരു UV വിസിബിൾ സ്പെക്ട്രം എടുക്കുമ്പോഴത്തേക്കും ഒരു ബിഗ് ബാൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഈ ബാൻഡിനെയാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺസ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെയാണ് പ്ലാസ്മോൺസ് എന്ന് പറയുന്നത്. സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്. അതേപോലെ ക്വാണ്ടം ഡോട്ട്സിന്റെ കേസസും വരാറുണ്ട്. Quantum dots, for example, cadmium selenide, cadmium sulfide. അതേപോലെ സിങ്ക് സെലിനൈഡ്. അതിൽ ക്വാണ്ടം കൺസൈൻമെന്റ് എന്ന് പറയുന്നത് വേറൊരു ഫാക്ടറാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യുന്നത് ആ എനർജി ഗ്യാപ്പ് ആണ്. അപ്പൊ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ബൾക്കിൽ നിന്നും ക്വാണ്ടം സൈസിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ 3 dimensions ആർ ഇൻ നാനോ സ്കെയിൽ. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എ 3D നാനോ മെറ്റീരിയൽ ആണ്. 3D നാനോ മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാ ഡയമെൻഷൻസും ഇറ്റ് ഈസ് ഇൻ ദ നാനോ സ്കെയിൽ റേഞ്ചിലാണ്. അപ്പം there arises a quantum confinement, അതായത് ഒരു കോൺസ്റ്റന്റ് അവരുടെ വാല്യൂസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു കൺഫൈൻഡ് റീജിയനിൽ നമുക്ക് ആ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്വാണ്ടം എന്താണ് ക്വാണ്ടം കെമിസ്ട്രി പഠിക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. പാർട്ടിക്കിൾ ഇൻ ഓൺ ഡയമെൻഷൻ ഓഫ് ഹൗ ദ എനർജി ക്യാൻ ബി കൺട്രോൾഡ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാൻ മനസ്സിലാവും സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇവരുടെ വേവ് ലെങ്ത് ഡിക്രീസ് ആവും, അബ്സോർബ് ചെയ്യുന്നത്.
അപ്പോൾ ഈ എനർജി ഡിഫറൻസ് എന്ന് പറയുന്ന ബാൻഡ് ഗ്യാപ്പിന്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് സൈസ് കുറയുന്നതനുസരിച്ച് എനർജി കൂടും, ഗ്യാപ്പ് ഡിഫറൻസ് കൂടും. സോ അത്രയും എനർജി അത് അബ്സോർബ് ചെയ്താൽ മാത്രമേ അതിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനർജി കൂടുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഇൻ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് വേവ് ലെങ്തിൽ വരുന്നത്. അപ്പോൾ എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്ക് ലോവർ വേവ് ലെങ്ത് സൈഡിലേക്ക് അത് പോകും. അപ്പം ബ്ലൂ കളർ എമിഷൻ ആയിരിക്കും അത് കാണുക. അബ്സോർബ് ചെയ്യുന്നത് ഹൈ എനർജി റേഡിയേഷൻ എമിഷൻ എന്ന് പറയുന്നത് ബ്ലൂ കളർ എമിഷൻ ആയിരിക്കും വരുന്നത്. അതേപോലെ സൈസ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് കുറയും, സോ എനർജി കുറയും, അതിനനുസരിച്ച് റെഡ് എമിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോ ഈ ഇതെന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെന്റിന്റെ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്താണ് എമിഷൻ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ മറ്റൊരുത്താണെങ്കിൽ സർഫസ് പ്ലാസ്മ ഇലക്ട്രോൺസിന്റെ ഓക്സിഡേഷൻ ആയിരുന്നു. ഇവിടെ എനർജി ബാൻഡ് ഗ്യാപ്പ്, അതായത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ആ ഡിഫറൻസ് എറേസ് ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് ദ സൈസ് ഡിഫറൻസ്. ഇവിടെയും എമിഷൻ എന്ന് പറയുന്നത് റെഡ് ടു ബ്ലൂ ആ ഒരു കളർ ചേഞ്ച്, അതിൽ ഗ്രീൻ എമിഷൻ പല എമിഷൻസും വരാം. ഈ ഗ്യാപ്പ് ഡിഫറൻസ് വരുമ്പോഴാണ് ആ എനർജി ഡിഫറൻസും അതുപോലെ വേവ് ലെങ്ത് ഡിഫറൻസും വരുന്നത്. ആണ് ഒരു ലോവർ എനർജി ടു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പം ബോർ കണ്ടീഷൻ എന്നത് പറയാം, അത് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിൽ പഠിക്കപ്പെടുന്നത്. അപ്പൊ എനർജി കൂടുന്ന അനുസരിച്ച് വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറയും, ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ റെഡ് ടു ബ്ലൂ, ലാർജർ സൈസിന് റെഡ് കളറും ലോവർ സൈസ് സ്മോളർ സൈസിന് ബ്ലൂ കളർ എമിഷനും ആയിരിക്കും നമ്മളെ ക്വാണ്ടം ഡോട്ട്സ് എക്സിബിറ്റ് ചെയ്യുക. ഇതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിൽ ക്വാണ്ടം ഡോട്ട്സ് വരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, ബയോ സെൻസേഴ്സ് ഉണ്ട്, സോളാർ സെൽസ് ഉണ്ട്, LEDs ഉണ്ട്, ഒപ്റ്റിക്കൽ സെൻസേഴ്സ്, അതേപോലെ ഇൻഫ്രാറെഡ് ലേസേഴ്സ്, ഇതിലെല്ലാം ഈ ക്വാണ്ടം ഡോട്ട്സിന് ആപ്ലിക്കേഷൻ വരുന്നതാണ്. മെസ്സേജ് ഇടും. നെക്സ്റ്റ് ഈസ് ദ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്. ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് materials are determined by the electronic energy levels and the density of the states. For nanomaterials, energy levels എന്ന് പറയുന്നത് and density of the state vary as a function of size, resulting in dramatic change in the materials properties. അപ്പോൾ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ നാനോമെറ്റീരിയൽസ് എന്ന് പറയുന്നത് സൈസ് ഡിപ്പെൻഡന്റ് ആയിട്ട് മാറുകയാണ് ഇവിടെ. ഇത് ക്വാണ്ടം കൺഫൈൻമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്വാണ്ടം കൺഫൈൻമെന്റ് ഇലക്ട്രോണിക് എനർജി ലെവൽസും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ ക്വാണ്ടം സൈസ് കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് എനർജി ലെവൽ സ്പേസിംഗ് ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് reduced dimension also changes significantly with decrease in size. അപ്പൊ ആ സൈസ് ഡിക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ആ എനർജി സ്പേസിംഗ്, ഇലക്ട്രോണിക് എനർജി ലെവൽസിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് വ്യത്യാസം വരും. ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് along with the change in electronic and vibrational levels after the electronic properties of the nanomaterials as compared to those of the macroscopic form. അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വി ക്യാൻ ബി ഫൈൻലി ട്യൂൺഡ്. അപ്പൊ സൈസ് കുറയുന്ന അനുസരിച്ച് ഈ നമുക്കിപ്പോ ഇലക്ട്രോണിക് ഡിവൈസസിലേക്കാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വി ക്യാൻ ട്യൂൺ, ആ എനർജി ലെവൽസ് ട്യൂൺ ചെയ്യാൻ പറ്റും സൈസ് കുറച്ചു കൊണ്ടുവരുന്നതനുസരിച്ച്. അതേപോലെ അവരുടെ എൻറ്റയർ പ്രോപ്പർട്ടീസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നാനോ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് എൻറ്റയർ ഡിഫറൻസ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടീസിന് വരുന്നത്. അപ്പൊ ഇതിന് ഒരു എക്സാമ്പിൾ ആണ് നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് എനർജി ലെവൽസിന് വ്യത്യാസം വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനേക്കാളും ചെറിയ എനർജി ലെവൽസ് ആണ് റൊട്ടേഷണൽ വൈബ്രേഷണൽ എനർജി ലെവൽസ്, അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ചസ് വരും. അതേപോലെ നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡ് ആണ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വി ക്യാൻ മിനിയേച്ചർ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒക്കെ മിനിയേച്ചറൈസേഷൻ വരുന്നത് ഈ നാനോ ഇലക്ട്രോണിക്സിന്റെ എഫക്റ്റ് ആയിട്ടാണ്. ഈ ക്വാണ്ടം ഡോട്ട്സ് ഒക്കെ നമുക്കറിയാം, ഇപ്പം ടെലിവിഷന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ ക്വാണ്ടം ഡോട്ട്സ് ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഡിഫറെന്റ് കളേഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ടെലിവിഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്.
ഫോർ എക്സാമ്പിൾ കാഡ്മിയം സെലിനൈഡ്, കാഡ്മിയം സൾഫൈഡ്, സിങ്ക് സെലിനൈഡ്, ഇതൊക്കെ ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പം അവരുടെ എല്ലാ ഡയമെൻഷൻസും ക്വാണ്ടം കൺഫൈൻഡ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസും അതുപോലെ അതിന്റെ കളർ എമിഷൻസും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ സിംഗിൾ ഇലക്ട്രോൺ ടണലിംഗ്, അപ്പോൾ ആ ഒരു നമുക്ക് മുമ്പൊക്കെ ബൾക്കായിട്ടുള്ള എന്താണ് നമുക്ക് ഹോൾഡറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ബൾക്ക് മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിപ്പോ അതിന് പകരം നമുക്ക് ഇഫ് യു ക്യാൻ പ്ലേസ് എ നാനോ മെറ്റീരിയൽ ഒരു CNT അല്ലെങ്കിൽ ഒരു ക്വാണ്ടം ഡോട്ട്സ് ആ പ്ലേസിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺസ് വെച്ച് നമുക്ക് ഇലക്ട്രോണിക് കണ്ടക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഡിവൈസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും നമുക്ക് നമ്മുടെ ഇപ്പോൾ നാനോ സൈസിലുള്ള കമ്പ്യൂട്ടർ ചിപ്സ്, അതേപോലെ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റേഴ്സ്, മെമ്മറി ഡിവൈസസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഇലക്ട്രോൺ ടണലിംഗ്, അപ്പൊ അടുത്ത നോബൽ പ്രൈസ് കിട്ടിയത് ഫിസിക്സിന് ഇലക്ട്രോൺ ടണലിംഗിന്റെ കേസിലാണ്. അതായത് നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അതേപോലെ അപ്പൊ നമ്മൾ ആ ഒരു പ്രോബിന്റെ അറ്റത്ത് ഒരു സിംഗിൾ ആറ്റം പ്രോബ് വരുന്ന ഒരു പ്രോബ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതേപോലത്തെ പ്രോബ്സ് ആണ് നമ്മൾ സർഫസിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അറ്റത്തെ ടിപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റം തിക്നെസ്സിലായിരിക്കും അതിന്റെ ടിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് സർഫസ് ഏതാണോ സ്കാൻ ചെയ്യേണ്ട ആ സർഫസിന്റെ മുകളിലും ഇതേപോലെ ആറ്റംസ് ഉണ്ട്, അതിനും എന്തുണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുകയാണെങ്കിൽ ദേ ആർ കം ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, there will be the passage of a small amount of current. ഇലക്ട്രോൺ ഫ്ലോ അവിടെ നടക്കുക. ആ രണ്ട് ഇലക്ട്രോൺ ക്ലൗഡ്സും കൂടെ മെർജ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ സ്മോൾ പാസേജ് ഓഫ് കറന്റ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ സ്കാനിങ് പ്രോബ് ടെക്നിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. AFM, SPM ഇതേപോലത്തെ പ്രോബ് ടെക്നിക്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസിസ്റ്റേഴ്സ്, കമ്പ്യൂട്ടർ ചിപ്സ്, മെമ്മറി ഡിവൈസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ടിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിപ്സ് അല്ല ഇതേപോലത്തെ ടണലിംഗ് എഫക്ട്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചില മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നത് കാണാം. ചിലതാണെങ്കിൽ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താണ് അവരുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലോസ് ചെയ്യുന്നതാണ്. അപ്പൊ മാക്രോസ്കോപ്പിക് ടു നാനോ വരുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടീസ് ആർ എൻറ്റയർലി ചേഞ്ചിങ് when compared with the macroscopic property. For example, hardness, strength, elastic modulus, fracture toughness, scratch resistance, ഇതൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ കാർബൺ നാനോ ട്യൂബ്സ്, നമ്മൾക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്ക് കാർബൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാർബൺ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അയൺ എന്ന് പറയുന്ന സ്റ്റീൽ ആയിട്ട് മാറുന്നത് അല്ലേ. ഇതൊക്കെ ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ഇലാസ്റ്റിക് മോഡുലസ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നാനോ മെറ്റീരിയൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് സാധാരണ ഒരു ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാം കാർബൺ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന അയണിന് ആണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ സ്റ്റീലിന് പകരം നമുക്ക് കാർബൺ നാനോ ട്യൂബ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ the tensile strength of the carbon nanotube എന്ന് പറയുന്നത് 100 times കൂടുതലാണ് സ്റ്റീലിനെ കാട്ടി. അപ്പോ സ്റ്റീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കാർബൺ നാനോ ട്യൂബ്സ്. അപ്പൊ നമുക്കിപ്പോ കാർബൺ നാനോ ട്യൂബ്സിന്റെ കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കാർബൺ നാനോ ട്യൂബ്സ് വച്ചിട്ട് മാത്രം നമുക്കത് ഒരു എന്താണ് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഇത്രയും കാർബൺ നാനോ ട്യൂബ്സ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ നാനോ സെറാമിക്സ് എന്ന് പറയുന്ന ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അത് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് ബിഹേവിയർ അതിന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്.
അതേപോലെ യങ്സ് മോഡുലസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് 5 times ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ സ്റ്റീൽ. അപ്പൊ ഒരു കാർബൺ നാനോ ട്യൂബ് ബെൻഡ് ചെയ്യാൻ ഒരു സ്റ്റീൽ ബെൻഡ് ചെയ്യുന്നതിനെ കാട്ടിയും എനർജി ആവശ്യമാണ്. അതിന് തിരിച്ച് ആ എനർജി മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് അതിന് റബ്ബർ പോലെ തിരിച്ചത് റീഗെയിൻ ചെയ്യാൻ, അതിന്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുമുണ്ട്. അപ്പൊ നാനോ കോപ്പർ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. പക്ഷെ പാർട്ടിക്കിൾ സൈസ് if it is reduced to 50 nanometer size it becomes so hard. കോപ്പർ എന്ന് പറയുന്നത് മല്യബിളും ടക്റ്റൈലുമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അടിച്ചു പരത്താനും നൂല് പോലെ എടുക്കാനും പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ബട്ട് when it is converting to the നാനോ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? കോപ്പർ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടിയാണ്, ഇവിടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വന്നു. അതേപോലെ സിർക്കോണിയ എന്ന് പറയുന്നത് ബ്രിറ്റിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതേപോലെ ഇത് നാനോ സെറാമിക്സിൽ വരുന്ന ഒരു മെറ്റീരിയൽ. അപ്പൊ അത് വെറും ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് സൂപ്പർ പ്ലാസ്റ്റിക് കേപ്പബിൾ ഓഫ് ഡിഫോമിംഗ് അപ് ടു 300% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പൊ അവരുടെ നാനോ ക്രിസ്റ്റലൈൻ ഗ്രേഡ്സ് കൊണ്ട് ആ പ്രോപ്പർട്ടി, അതിന്റെ ഹാർഡ് ആയിരിക്കുന്ന പ്രോപ്പർട്ടി സിർക്കോണിയക്ക് നാനോ സൈസിലേക്ക് വരുമ്പോഴത്തേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ മല്യബിൾ ആയിരിക്കുന്ന സാധനം നാനോയിൽ വരുമ്പോഴത്തേക്ക് ഹാർഡ് ആവുന്നു. ഹാർഡ് ആയിരിക്കുന്ന മെറ്റീരിയൽ നാനോയിലേക്ക് വരുമ്പോഴത്തേക്ക് സൂപ്പർ പ്ലാസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇതൊക്കെ ആ സൈസ് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ബൾക്കിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നതാണ് കാണിക്കുന്നത്. ഇപ്പൊ ഡിക്രീസ് ഇൻ ദ ഗ്രെയിൻ സൈസ് ആണ്. അതേപോലെ ലാറ്റിസ് ഡിഫക്ട്സിന്റെ ഡിക്രീസ് ഒക്കെ കൊണ്ടാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാര്യം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് entirely different from that of the bulk materials. For example, surprising magnetic properties arises in the nanoscale. The materials are not fully understood but reduced size of the material and the permanent effects of the surface. അപ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് റിഡ്യൂസ് സർഫസ് ഏരിയ, ഇംപ്രൂവ്ഡ് സർഫസ് ടു വോളിയം റേഷ്യോ എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ചിലത് മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്തിരുന്ന ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യാം, നോൺ മാഗ്നറ്റിക് ബിഹേവിയറിലോട്ട് പോകും. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ. അപ്പൊ അവര് ബൾക്ക് സ്റ്റേറ്റിൽ നിന്നും നാനോ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിന് നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോഴത്തേക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറച്ച് സമയം അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ റെമിനിസൻസ് അല്ലെങ്കിൽ റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതേപോലെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ വേറൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിട്ട് ചേഞ്ച് ആവുന്നതിനാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയും. ഫെറോ മാഗ്നറ്റിക് ടു പാരാമാഗ്നറ്റിക് നേച്ചർ. അപ്പൊ ഇവരെ ഒരു പർട്ടിക്കുലർ സൈസിൽ താഴെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ 14 നാനോമീറ്റർ ലെസ് ദാൻ കൊണ്ടുവരികയാണെങ്കിൽ അയൺ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് സൂപ്പർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും. അതായത് അയൺ എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് ആണ്. അതൊരു പർട്ടിക്കുലർ സൈസിലേക്ക് 14 നാനോമീറ്റർ ലെസ് ദാൻ സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വിൽ ബിഹേവ്. ദാറ്റ് സൈസിനെയാണ് ക്രിട്ടിക്കൽ സൈസ് എന്നും ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ബ്ലോക്കിംഗ് ടെമ്പറേച്ചർ എന്നും പറയും. അപ്പൊ ആ ഒരു സമയത്ത് ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് സൂപ്പർ പാരാമാഗ്നറ്റിക്.
അപ്പൊ ഇത് നമ്മള് ബൾക്കിലും ഇതേപോലത്തെ ബിഹേവിയർ കാണിക്കാറുണ്ട്. അത് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ നാനോ സൈസിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ സൂപ്പർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. അപ്പൊ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. റെസിഡ്യുവൽ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഹയർ ഓർഡർ ആവും, അതേപോലെ നാനോ സൈസിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പവറിനെയാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പം അത് കൂടും. അതേപോലെ സൂപ്പർ പാരാമാഗ്നറ്റിക് നേച്ചർ വരും. സൂപ്പർ പാരാമാഗ്നറ്റിക് നേച്ചർ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് റെഡ്യൂസ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ സൈസ് ക്രിട്ടിക്കൽ സൈസ് താഴെ വരിക, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയും. So 40 nanometer ആണ് ക്രിട്ടിക്കൽ സൈസ്, ടെമ്പറേച്ചർ ക്ലോക്കിംഗ് ടെമ്പറേച്ചർ. അപ്പം ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ നമുക്കറിയാം, അത് ഡിഫറെന്റ് രീതിയിൽ അലൈൻ ചെയ്തിരിക്കുന്ന, ഡിസോറിയന്റഡ് ആയിട്ടിരിക്കുന്നത്. വെൻ പ്ലേസ്ഡ് ഇൻ എ പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ബിക്കം ഓറിയന്റഡ്. അതിനെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ when it is reduced to the nano size, each tiny nanoparticle behaves as a magnet. അപ്പൊ they have its own contribution towards the magnetic moment. അതുകൊണ്ടാണ് ഈ സൂപ്പർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ മാഗ്നറ്റിക് ബിഹേവിയർ ഇല്ലാത്ത കോപ്പർ, സിൽവർ, പ്ലാറ്റിനം അങ്ങനത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൈസ് കൊണ്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റിക് ബിഹേവിയർ, ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. നോൺ ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസ് ബൾക്കിലുള്ളത് നാനോ സൈസിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഫെറോമാഗ്നറ്റിക് ആവും. നമുക്ക് അതാണ്ട് എക്സാമ്പിൾസ് ആണ് കോപ്പർ, സിൽവർ, പ്ലാറ്റിനം. അതുപോലെ നാനോ ഗോൾഡ് ഇതേപോലെ മാഗ്നറ്റിക് ബിഹേവിയർ നാനോ സൈസിൽ കാണിക്കുന്നതാണ്. സൈസ് ഡിപ്പെൻഡ് ചെയ്ത് നാനോ ഗോൾഡ് ചിലപ്പോൾ ഫെറോമാഗ്നറ്റിസം, സൂപ്പർ പാരാമാഗ്നറ്റിസം ഒക്കെ കാണിക്കാറുണ്ട്. എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് റെക്കോർഡിംഗ് മീഡിയ, നമുക്കറിയാം ഹാർഡ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, നമ്മുടെ ലാപ്ടോപ്സിനകത്തൊക്കെ മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ മാഗ്നറ്റിക് ബിഹേവിയർ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ ബയോമാഗ്നറ്റിക് ആപ്ലിക്കേഷൻ, അതുപോലെ MRI സ്കാനിങ്, ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതുപോലെ ഇമേജിംഗ് ആപ്ലിക്കേഷൻ, ഡ്രഗ് ഡെലിവറിക്ക് എല്ലാം, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇതൊക്കെ നമുക്ക് നാനോ മെറ്റീരിയൽസ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ഇതില് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് സൈസ് നമ്മുടെ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സൂപ്പർ പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കാറുണ്ട്. ഏത് സൈസ്, ഏത് ടെമ്പറേച്ചർ. അതുപോലെ സർഫസ് ഏരിയ കൂടുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി മാഗ്നറ്റിക് ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നോൺ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. നോൺ മാഗ്നറ്റിക് ബിഹേവിയറിലുള്ളത് ചിലപ്പോൾ നാനോ സൈസിൽ വരുമ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. എക്സാമ്പിൾ കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, അതുപോലെ ഗോൾഡ്. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിംഗിൾ മാഗ്നറ്റ് നാനോ പാർട്ടിക്കിളും ഓരോ ടൈനി മാഗ്നറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ദേ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് എ മാഗ്നറ്റിക് മൊമെന്റ്. അടുത്ത കാറ്റലറ്റിക് ബിഹേവിയർ. കാറ്റലറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അത് തന്നെയാണ്. സർഫസ് ഏരിയ കൂടുമ്പോഴത്തേക്ക് ആക്റ്റീവ് സൈറ്റ്സ് കൂടും. സോ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഇനഫ് ആൻഡ് മോർ സ്പേസ് ഫോർ ദ റിയാക്ഷൻ. ഒരു കാറ്റലിസ്റ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടിക്കൊടുക്കും ബൈ ഡിക്രീസിങ് ദ ആക്ടിവേഷൻ എനർജി. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റും ഉണ്ട്, ഹോമോജീനിയസ് കാറ്റലിസ്റ്റും ഉണ്ട്. സൈസ് കുറയുന്നതനുസരിച്ച് കാറ്റലറ്റിക് എഫിഷ്യൻസി കൂടും. ഇതാണ് എനർജി ഡയഗ്രം എന്ന് പറയുന്നത്. കാറ്റലറ്റിക് ആക്ടിവിറ്റി ആണെങ്കിൽ അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പാത്വേ കൂടെ പോകുന്നതുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. റേറ്റ് കൂടാം, അതേപോലെ ഈൽഡ് കൂടാം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്റ്റീവ് സൈറ്റ്സ് കൂടുന്നത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ സർഫസ് ടു വോളിയം റേഷ്യോ, അത് ആ കേസസ് ഒക്കെ നിങ്ങൾ പറയാം.
For example, നമുക്ക് ഇപ്പോ പ്ലാറ്റിനം നാനോ പാർട്ടിക്കിൾസ് കാർബൺ മോണോക്സൈഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പ്ലാറ്റിനം നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ എഫിഷ്യൻസി കൂടും. അതേപോലെ ആൽക്കീൻ ടു ആൽക്കെയിൻസ് മാറുന്നതാണ് പലയിടയും വെച്ചിട്ടുള്ള കാറ്റലിസ്റ്റ്. അപ്പൊ അവിടെയും ബൾക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എഫിഷ്യൻസി കൂടും. നെക്സ്റ്റ് ഈസ് ദ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കണ്ടക്ടറിന്റെ ബിഹേവിയർ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓംസ് ലോ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് I is equal to V/R. ഇതിന്റെ കണ്ടക്റ്റിംഗ് കറണ്ടും അതിന്റെ റെസിസ്റ്റൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു മെറ്റീരിയലിന്റെ കണ്ടക്റ്റിംഗ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇവിടെ ക്വാണ്ടം കൺഫൈൻമെന്റ് റീജിയനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സംഭവിക്കുകയാണ്, ഇലക്ട്രോൺസ് ആർ റെസ്ട്രിക്റ്റഡ് ടു ഫ്ലോ ഇൻ ഒരു പർട്ടിക്കുലർ സ്പേസിൽ മാത്രം ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇലക്ട്രോണിക് മൊബിലിറ്റി അതിന്റെ മെയിൻ ഫ്രീ പാത്ത് ആണ് ഒരു കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി ഇലക്ട്രോണിക് മെറ്റീരിയൽ ഒരു മെറ്റൽ വയർ ആയാലും ശരി, ഒരു ഏതെങ്കിലും ബൾക്ക് മെറ്റൽ ആയാലും ശരി, അതിന്റെ ഈ രണ്ട് കേസസ് അതിന്റെ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോഴത്തേക്ക് when it is converting to a nano form, അവരുടെ ഇലക്ട്രോൺസ് it is a tightly bounded to localized region. അല്ലേ? അപ്പൊ അതില് കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രീ മെറ്റാലിക് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ consequently quantization of the electronic states occurs, and in this situation quantum confinement a metallic material chosen ബൾക്കില് മെറ്റാലിക് ബിഹേവിയർ കാണിച്ചിരുന്നത് ക്വാണ്ടം സൈസിലേക്ക് വരുമ്പോഴത്തേക്ക് മെറ്റൽ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ ബിഹേവ് ലൈക്ക് എ നോൺ മെറ്റൽ. സോ V/I is equal to R എന്നുള്ളൊരു ഇതൊന്നും അവിടെ ബിഹേവ് ചെയ്യണമെന്നില്ല. ആ റൂളൊന്നും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓംസ് ലോ ഒന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, കോപ്പർ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. കോപ്പറിന്റെ ഒരു ബൾക്ക് മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ബട്ട് വെൻ ഈസ് വി ആർ കൺസിഡറിങ് ആൻ ആറ്റം ഓഫ് കോപ്പറിന്റെ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ആറ്റം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ആറ്റം ഒരു കണ്ടക്ടർ അല്ല. ആറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡും കാണും, വാലൻസ് ബാൻഡും കാണും. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പൊ ഈ മെർജിങ്, ഈ ആറ്റം എന്ന് പറയുന്നത് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് അവരുടെ മെർജിങ് ഓഫ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടെ മെർജ് ആവുന്നതും ദേ ഹാവ് ദ കണ്ടക്ടിങ് പ്രോപ്പർട്ടി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ദേ ഹാവ് എ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. അപ്പോ ഈ സൈസിലേക്ക് നമ്മൾ നാനോ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടെയാണ്. അപ്പൊ ആ ഒരു മെറ്റാലിക് നേച്ചർ ടു നോൺ മെറ്റാലിക് നേച്ചർ, ഒരു മെറ്റലിൽ നിന്ന് ബൾക്ക് മെറ്റലിൽ നിന്ന് ഒരു ആറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ മെറ്റൽ പ്രോപ്പർട്ടിയിൽ നിന്നും എന്തിലേക്ക് പോവുകയാണ്, നോൺ മെറ്റാലിക് നേച്ചറിലേക്കാണ് നമ്മൾ സൈസ് കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് സാധിക്കുന്നത്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. നോൺ മെറ്റൽസ് ആയിരുന്ന ചില മെറ്റീരിയൽസ് when they are converting it into nanoforms, they becomes good conductors. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്രാഫീന്, ക്വാണ്ടം ഡോട്ട്സ്, കാർബൺ നാനോ ട്യൂബ്സ്. അവിടെ എന്താ സംഭവിച്ചത്, they are non conductors. കാർബൺ എന്ന് പറയുന്നത് നോൺ കണ്ടക്ടർ ആണ്. പക്ഷെ when it is reduced to nanoforms, they become good conductors. അപ്പൊ അവിടെ ഡീലോക്ലേറ്റ് ഇലക്ട്രോൺസ് വന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഗുഡ് കണ്ടക്ടിങ് നേച്ചർ വരുന്നത്. അപ്പം കോപ്പർ ഗുഡ് കണ്ടക്ടർ ആണ്. When it is converting to the nanoforms, it become a non-conductor. But a non-conductor like the carbon, when it is converting to the carbon nanotubes or the graphene, it becomes an excellent conductor. Okay, അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അതിൽ പല ഇതിലും ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. ഇലക്ട്രിക്കൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ നമുക്ക് ഇലക്ട്രോണിക് മെറ്റീരിയൽസിലും അതേപോലെ
മെഡിക്കൽ ഫീൽഡിലും എല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് ഇങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് വി ക്യാൻ ട്യൂൺ അതേപോലെ സൈസും ട്യൂൺ ചെയ്യാൻ പറ്റും, അത് പ്രോപ്പർട്ടീസ് ട്യൂൺ ചെയ്യാൻ പറ്റും. ഇത്രയും ആപ്ലിക്കേഷൻസ് നാനോ മെറ്റീരിയൽസിന് എടുത്ത് പറയേണ്ടതാണ്. ഓപ്റ്റിക്കല്, മാഗ്നറ്റിക്, അതേപോലെ ഇലക്ട്രോണിക്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്. അപ്പം ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ ട്രാൻസിഷൻസ് ആണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നാനോ സൈസിലേക്ക് വരുമ്പോൾ